ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? റാഹത്തല്ലേ? അപ്പോൾ ഇതാ നോമ്പ് പടിവാതിൽ കടന്നു പോവാനായി അല്ലേ. നോമ്പ് ഇപ്പോൾ നിങ്ങൾ വോയിസ് കേൾക്കുന്നത് നോമ്പ് 25ാമത്തെ നോമ്പിനായിരിക്കും അല്ലേ. 24 നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഒന്ന് പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴും പറയും പോലെ നമ്മൾ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് ചിക്കൻ റോളും ഉന്നക്കായും ഫ്രീസറിലുണ്ടായിന്, അത് ആദ്യം എടുത്തിട്ട് പുറത്ത് വെക്കലാണ് കേട്ടോ. ഇത് ഒരാഴ്ചയൊക്കെ കേടുകൂടാതെ ഇങ്ങനെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പുറത്തെടുത്ത് വെച്ചു. പിന്നെ കൂന്തൽ കിട്ടിയിട്ടുണ്ടായിന്, അതൊന്ന് ഫ്രൈ ആക്കി നെയ്ച്ചോറും കൂടി വെക്കാലോ എന്ന് കരുതി. അപ്പോൾ കൂന്തൽ ഫ്രൈൻ്റെ ചെറിയൊരു ഡീറ്റെയിൽ റെസിപ്പി കാണിച്ചു തരട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കൽ. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരത്തെ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള കൂന്തൽ അല്ലെങ്കിൽ കണവ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചധികം വേവ് ഇതിനാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണല്ലേ കൂന്തൽ. അപ്പോൾ ഇതാ അടച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, ആവി വെള്ളം ഇറങ്ങി വരും. കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഭാഗം നല്ല പോലെ കുക്കായി കിട്ടും. ഇത് ഒന്നാമത്തെ ഒരു റബ്ബർ മാതിരി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വേവ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാത്രത്തിൽ തന്നെ ബാക്കി പണികൾ ചെയ്തെടുക്കാം. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തലൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുളക് ഒന്ന് അടുക്കി ഇതായിട്ടുണ്ട്, കോട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മുടെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, തവി ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സത്യത്തിൽ വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് എന്തായാലും സവാള വഴറ്റുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു സവാളയുണ്ട്, ഞാനൊരു വലിയ സവാള ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാളയും 2 തണ്ട് കറിവേപ്പിലും ഇതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് വേണമെന്നില്ല, കാരണം നമ്മൾ കൂന്തലിൽ ഓൾറെഡി ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചാണ്. അപ്പം ജസ്റ്റ് ഈ ഉള്ളി വഴറ്റുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി നല്ല പോലെ വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സവാള നല്ല പോലെ വഴണ്ടി വന്നാലേ നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് കൊടുത്തിട്ടുണ്ടായിന്, അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതാ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. തക്കാളിയും കൂടി നല്ല പോലെ ഉടഞ്ഞു വന്നാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ കണവയൊക്കെ കറി വെക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കറി വെച്ച് കഴിഞ്ഞാൽ. ഒന്നുകിൽ ഫ്രൈ ആക്കണം, അല്ലെങ്കിൽ ഇതുപോലെ മസാല ആക്കണം. അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമ്മുടെ ഫിഷ് മസാല ഉണ്ടെങ്കിൽ ഫിഷ് മസാല ചേർത്ത് കൊടുക്കുക. ഒന്നും ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ചിക്കൻ മസാല എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല ഇവയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുക, ആ കുത്തൽ മണം ഉണ്ടല്ലോ അതൊന്ന് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇത് ഒന്ന് അടച്ച് വെക്കുക. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള കൂന്തൽ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാലൻ്റെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇവ രണ്ടുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് നല്ല തിക്നെസ്സിൽ, നിങ്ങൾക്ക് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസിയിലെ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് റെഡി ആകുമ്പോഴേക്കും നമ്മുടെ ഉന്നക്കായൊക്കെ തണുപ്പൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് ഫ്രീസറിൽ ഉണ്ടായതുകൊണ്ട് തന്നെ 5 മണിയായിരുന്നു ഞാൻ കിച്ചണിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത് നമുക്ക് ചായൻ്റെ കടിയെല്ലാം എന്തെങ്കിലും ആക്കണം എന്നുണ്ടെങ്കിലല്ലോ വേഗത്തിൽ ഇറങ്ങേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് ഇത് ഫ്രീസറിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അതിനായിട്ട് അങ്ങനെ പണി ബാക്കിയുണ്ടായിട്ടില്ല. ഇന്നത്തെ സ്പെഷ്യലായിട്ട് ചിക്കൻ റോളും ഈ ഉന്നക്കായും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നെയ്ച്ചോറും വെച്ച് കൂന്തൽ ഫ്രൈയും ആക്കി. അത്താഴത്തിന് പത്തിലാണ് ചുട്ടിട്ട്. അത്താഴത്തിന് ഞാൻ എപ്പോഴും പത്തിലെന്നെ രാവിലെ എണീച്ചിട്ട് അത്താഴത്തിൻ്റെ സമയമാകുമ്പോൾ എണീച്ചിട്ട് ഒരു 4-4:30 ആകുമ്പോൾ എണീച്ചിട്ട് ഒരു 5-6 പത്തിൽ ചുടലാണ് കേട്ടോ. കറി എന്തായാലും ഇതന്നെ ഉണ്ടാവുമല്ലോ, അങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യൽ. ഇതുവരെയുള്ള അത്താഴത്തിന് പത്തിൽ തന്നെയാണ് ചുട്ടിട്ടുള്ളത്, നെയ്ച്ചോറൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ ഓരോരാൾ ഭക്ഷണം കഴിക്കും, അല്ലാത്തവരെന്തെങ്കിലും ഈത്തപ്പഴമൊക്കെ തിന്നും. പക്ഷേ എന്നാലും അൽഹംദുലില്ലാ നോമ്പ് ഇത്രത്തോളം എത്തിയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് ആദ്യത്തെ 10 കഴിഞ്ഞു പോകാനേ ഒരു കുറച്ചെങ്കിലും സമയം പോയിനെന്ന് തോന്നിയിട്ടുള്ളൂ. ബാക്കി രണ്ടാമത്തെ 10 ഇതിപ്പോൾ അവസാനത്തെ 10 അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്.
എത്ര പെട്ടെന്ന് വന്ന പോലെ വിരുന്നുകാർ പെട്ടെന്ന് പോയല്ലേ. നമ്മൾ റമളാന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇൻഷാ അല്ലാ അടുത്ത റമളാനിൽ ആരൊക്കെ ബാക്കിയുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇനിയുള്ള സമയം, കുറഞ്ഞ സമയം നമുക്ക് ഇബാദത്തിനും നല്ല കാര്യത്തിനായിട്ട് മാറ്റി വെക്കാമല്ലേ ഇനി. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളത് കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നില്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യണേ. എങ്കിലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഉന്നക്കായ പൊരിച്ച അതേ പാതിയിൽ തന്നെ ഞാൻ നമ്മുടെ ചിക്കൻ റോളില്ലേ അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ റോള് കുറച്ച് അതുകൊണ്ടാണ് കേട്ടോ ഈ ഉന്നക്കായ്ക്ക് തന്നെ ഞാൻ കുറഞ്ഞ അളവിൽ എണ്ണ എടുത്തത്. ചിക്കൻ റോള് പൊരിച്ച് കഴിഞ്ഞാൽ ആ എണ്ണയിൽ ഫുള്ള് നമ്മുടെ ബ്രെഡ് ക്രംസ് ആവും. അതുകൊണ്ടാണ് കുറഞ്ഞ അളവിൽ എണ്ണ എടുത്താൽ മതി കേട്ടോ ചിക്കൻ റോളിന്. അപ്പോൾ ഇതും കൂടി ഞാൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ കഴിഞ്ഞു. ജ്യൂസായിട്ട് പൈനാപ്പിൾ ജ്യൂസാണ് ഉണ്ടായത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. സമയം അടുക്കുന്തോറും നല്ല ക്ഷീണമാണ്, പറയാൻ പറ്റാത്തത്രയും നല്ല ടയേർഡാകുന്നുണ്ടല്ലേ വൈകുന്നേരം. അള്ളാഹു എല്ലാവർക്കും ക്ഷമ നൽകട്ടെ. നോമ്പ് അത്രയും തക്കവയോടെ നമുക്ക് നോറ്റി വീട്ടാൻ പറ്റുന്നുണ്ടല്ലോ അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നോമ്പ് മുറിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറും നമ്മുടെ കൂന്തൽ ഫ്രൈയും. അപ്പോൾ നല്ല ചൂടോടുകൂടി നെയ്ച്ചോറ് ഇഷാക്ക് കഴിഞ്ഞ് തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ചൂടോടുകൂടി അങ്ങനെ നെയ്ച്ചോറും കൂന്തൽ ഫ്രൈയും ഒക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സുമായിട്ട് കാണാം. റമളാനിൽ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കുന്ന വ്ളോഗ്സൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. സമയവും സന്ദർഭവും അനുകൂലമാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സുമായിട്ടും കാണുന്നവരെ ടാറ്റാ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.